മുറിവേറ്റ് രക്തമൊഴുകി യേശുവിന്റെ ഭൂമിയിലെ അവസാന മണിക്കൂറുകൾ ക്രൂശിലായിരുന്നു. ശ്വാസം പോലും എടുക്കാൻ പറ്റാതെ കഠിനമായ വേദനയിൽ വലയുന്ന സമയത്ത് പോലും ക്രൂശിൽ കിടന്ന് 7 പ്രസ്താവനകൾ യേശു പറഞ്ഞു. ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം വ്യക്തമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു എങ്ങനെ നമുക്ക് സൗഖ്യദായകനും അതേസമയം മനുഷ്യനും അതേസമയം ദിവ്യ രക്ഷകനുമാണെന്ന് എടുത്തു കാണിക്കുന്നുണ്ട്. തന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതിരുന്ന ആ സമയത്ത് പോലും യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ 3 പ്രസ്താവനകൾ മറ്റുള്ളവരെ സൗഖ്യമാക്കാനുള്ള യേശുവിന്റെ അനുകമ്പയും ആഗ്രഹവും എടുത്തു കാണിക്കുന്നുണ്ട്. പടയാളികൾ യേശുവിനെ ക്രൂശിച്ചപ്പോഴാണ് ആദ്യ പ്രസ്താവന യേശു പറഞ്ഞത്. രക്ഷകൻ പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇതിൽ നമ്മെ അതിശയിപ്പിക്കുന്ന കാര്യം ഇതാണ്. തന്നെ ആണികൊണ്ട് ക്രൂശിൽ അടിച്ചപ്പോൾ ഉണ്ടായ ആ വേദനയിൽ പോലും രക്ഷകൻ തന്നെ ക്രൂശിൽ തറച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യം വെറുതെ പറഞ്ഞ കാര്യമല്ല. ജീവിതത്തിൽ പോലും യേശു അത് കാണിച്ചു തന്നു. ക്ഷമയും കരുണയും അത് അർഹതയില്ലാത്തവർക്കോ ഇങ്ങോട്ട് ചോദിക്കാത്തവർക്കോ അംഗീകരിക്കാത്തവർക്കോ ആണെങ്കിൽ പോലും നാം സ്വതവേ എങ്ങനെ നൽകാൻ തയ്യാറാകണമെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശു പറഞ്ഞ രണ്ടാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് താൻ കഷ്ടപ്പെടുന്ന സമയത്ത് പോലും മറ്റുള്ളവരോട് അനുകമ്പ കാണിച്ചു എന്നതാണ്. ക്രിസ്തു 2 കള്ളന്മാരുടെ നടുക്ക് ക്രൂശിൽ കിടക്കുന്ന സമയത്ത് കള്ളന്മാരിൽ ഒരാൾ യേശുവിനെ കളിയാക്കി. നീ ക്രിസ്തു ആണെങ്കിൽ നിന്നെയും ഞങ്ങളെയും രക്ഷിക്ക് എന്ന് പറഞ്ഞു. പക്ഷേ മറ്റൊരു കള്ളൻ അവനോട് ദേഷ്യപ്പെട്ടു. എടാ, നമുക്ക് അർഹമായ ശിക്ഷയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഈ കള്ളൻ യേശുവിനോട് പറഞ്ഞു, യേശുവേ, അങ്ങ് രാജാവായി മടങ്ങി വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് അപേക്ഷിച്ചു. ശിക്ഷിക്കപ്പെട്ട ഒരു കള്ളനോട് സംസാരിച്ച ഈ വാക്കുകളാണ് മരണത്തിനു മുമ്പ് രേഖപ്പെടുത്തിയ യേശുവിന്റെ രണ്ടാമത്തെ വാക്ക്. സുവിശേഷങ്ങളിൽ യേശുവേ, ഇനി എന്നെ ഓർക്കണമേ എന്ന് ചോദിച്ചതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു വ്യക്തി ആ കള്ളൻ മാത്രമാണ്. മറ്റുള്ളവർക്കാണെങ്കിൽ ഈ കള്ളനെ വലിയ വിലയില്ലാത്തവനോ അല്ലെങ്കിൽ ഇവനൊന്ന് രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല എന്ന് വിട്ടുകളഞ്ഞവനായിരിക്കാം. പക്ഷേ യേശു അവനെ ദൈവരാജ്യത്തിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കണ്ടത്. രക്ഷകൻ രണ്ടാമത്തെ പ്രസ്താവന ഇങ്ങനെ പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലായിരിക്കും നിശ്ചയം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. മരിച്ചതിനു ശേഷം യേശുവും ഈ മനുഷ്യനും പരസ്പരം കാണുന്ന ആ ഒരു രംഗം ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. ആ ദിവസത്തെക്കുറിച്ച് ക്രിസ്തു തന്നെ അവനോട് വ്യക്തിപരമായി ശുശ്രൂഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. ലൂക്കോസ് പറയുന്ന അനുസരിച്ച് യേശു നസറത്തിലെ ഒരു സിനഗോഗയിൽ തടവുകാർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനും അന്ധർക്ക് കാഴ്ചയും മർദ്ദിതർക്ക് മോചനവും നൽകാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ക്രൂശിൽ ശാരീരികമായി ബന്ധിക്കപ്പെട്ടവനും പാപത്തിൽ ആത്മീയമായി മരിച്ചവനുമായ ഒരാൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് യേശു ക്രൂശിൽ മരിക്കുന്നത്. ക്രൂശിലെ ഈ കള്ളനെ പോലെ സൗഖ്യദായകനും കരുണാമയനുമായ ഒരു രക്ഷകൻ കാരണം നമുക്കും നമ്മുടെ സ്വന്തം ബന്ധനങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചനം നേടാൻ പറ്റും. താൻ ക്രൂശിൽ കഷ്ടപ്പെടുന്നത് അമ്മയായ മറിയയും യേശു സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനും കാണുന്നത് കണ്ടപ്പോൾ മൂന്നാമത്തെ പ്രസ്താവന യേശു പറഞ്ഞു. ആദ്യം മറിയയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. പിന്നെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ എന്ന്. ഏറ്റവും വലിയ വേദന സഹിച്ചു കിടക്കുന്ന സമയത്ത് പോലും രക്ഷകൻ തൻ്റെ അമ്മയുടെ ആവശ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന കൽപ്പന എങ്ങനെ അനുസരിക്കണമെന്ന് ഈ ഒരു മാതൃകയിലൂടെ യേശു കാണിച്ചു തരുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ആദ്യം തന്നെ ചെയ്യുന്ന അത്ഭുതം വെള്ളത്തെ വീഞ്ഞാക്കിയതായിരുന്നു. ഇവിടെ പിന്നെയും അമ്മ പറയുന്ന കാര്യങ്ങളെ വളരെ ബഹുമാനത്തോടെ താൻ നിറവേറ്റി. പടയാളികളോട് ക്ഷമിച്ചും കള്ളനെ ആശ്വസിപ്പിച്ചും തൻ്റെ അമ്മയെ ബഹുമാനിച്ചും രക്ഷകൻ തൻ്റെ സൗഖ്യദായകന്റെ ശക്തിയെ കാണിച്ചു. യേശു അവരായിരുന്ന സ്ഥാനത്ത് അവരെങ്ങനെ കണ്ടെത്തിയോ അതേപോലെ ഗുരുതരമായ തെറ്റുകൾ വരുത്തിയവരെ പോലും ദൈവം അവരെ കണ്ടെത്തും. രക്ഷകന്റെ സ്നേഹത്തിന് അതീതമായിട്ട് ഒരു കാര്യങ്ങളുമില്ല. അടുത്തു പറയുന്ന 2 പ്രസ്താവനകളിൽ യേശു ഒരു മർത്തിയായ സ്ത്രീയിൽ നിന്നാണ് ജനിച്ചതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്രൂശിൽ കിടക്കുമ്പോൾ ഉണ്ടായ വേദനയിൽ താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളിൽ യേശുവിൻ്റെ മനുഷ്യത്വം നമുക്ക് കാണാൻ പറ്റും. രക്തം മുഴുവൻ വാർന്നൊഴുകി ചുണ്ടൊക്കെ ഉണങ്ങി നല്ല ക്ഷീണിതനായി. ഈ സമയത്ത് യേശു 4ാമത്തെ പ്രസ്താവന ഉച്ചത്തിൽ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു എന്ന്. തൻ്റെ ശുശ്രൂഷയുടെ ഇടയ്ക്ക് ഒരു കിണറിൻ്റെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു ശമരിയ സ്ത്രീയോട് യേശു പറഞ്ഞു, എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവർക്ക് പിന്നീട് ഒരിക്കലും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവരിൽ നിത്യജീവനിലേക്ക് നിറഞ്ഞു വരുന്ന നീരുറവയെ തീരും എന്ന് പറഞ്ഞു. നമുക്ക് പകരം യേശു സകല വേദനയും സഹിച്ചു എന്ന് പറയുന്നത് എത്ര സത്യമാണല്ലേ. ജീവജലം എന്ന നിലയിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നമ്മെ യേശു ശക്തിപ്പെടുത്തുന്നു. തൻ്റെ മരണസമയം അടുത്തപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ച്, എൻ്റെ ദൈവമേ, അവിടുന്ന് എന്നെ കൈവിട്ടതെന്ത് എന്ന് 5ാമത്തെ പ്രസ്താവന പറഞ്ഞു. ഈ ഏറ്റവും വലിയ ദുരിത സമയത്ത് പിതാവിന്റെ സഹായമില്ലാതെ ലോകത്തിലുള്ള മുഴുവൻ പാപത്തിന്റെയും ഭാരം ക്രിസ്തു സഹിക്കേണ്ടി വന്നു. യേശു ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് താൻ സ്നേഹിച്ചവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും എന്ന്.
താൻ എത്രയോ വേദനയിൽ കൂടെ കടന്നു പോയിട്ട് പോലും തന്റെ ചുറ്റുമുള്ളവരെ ക്ഷമിച്ചു, ആശ്വസിപ്പിച്ചു, ബഹുമാനിച്ചു. പക്ഷെ ഇപ്പോ ആശ്വാസം ആവശ്യമുള്ളത് യേശുവിനാണ്. കാരണം അദ്ദേഹത്തിന്റെ പിതാവ് പോലും ഈ വേദനയുടെ സമയത്ത് തന്നെ ഒറ്റയ്ക്കാക്കി അല്ലെങ്കിൽ തന്നെ കൈവിട്ടു. ഈ പ്രസ്താവനയിൽ നിന്ന് തന്നെ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനായ രക്ഷകനെ നമുക്ക് കാണാൻ പറ്റും. നാം വേദനയിലൂടെ കടന്നു പോകുന്ന സമയത്ത് പോലും നമുക്ക് ക്രിസ്തുവുമായി ബന്ധപ്പെടാൻ കഴിയും. കാരണം നാം അനുഭവിക്കുന്ന വേദന എങ്ങനെ സൗഖ്യമാക്കണമെന്നത് യേശുവിന് നന്നായിട്ട് അറിയാം. നമ്മുടെ രക്ഷകന്റെ മരണം അടുക്കുന്ന സമയത്ത് പറഞ്ഞ അവസാന 2 പ്രസ്താവനകളിൽ നിന്നും അദ്ദേഹത്തിലുള്ള ദൈവത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകും. തീവ്രമായ കഷ്ടപ്പാടുകൾക്കിടയിലും ദൈവപുത്രൻ എല്ലാറ്റിനുമേൽ അധികാരം നിലനിർത്തുകയും തന്റെ പാപപരിഹാര യാഗം പൂർത്തിയാക്കുകയും ചെയ്തു. വലിയ വേദന അനുഭവിച്ച സമയത്ത് ക്രിസ്തു 6ാമത്തെ പ്രസ്താവന പറഞ്ഞു, സകലതും നിവൃത്തിയായി എന്ന്. യേശു പരസ്യ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവിടുത്തെ പ്രവൃത്തി നിറവേറ്റുന്നതാണ് എന്റെ ആഹാരം എന്നതാണ് തന്റെ ഉദ്ദേശമെന്ന് യേശു പഠിപ്പിച്ചു. ഭൂമിയും നരകവും യേശുവിനെതിരെ ഒന്നിച്ചു നിന്നു. ദാഹിച്ചു, കൈവിടപ്പെട്ടു, വേദനയിൽ കിടന്നിട്ട് പോലും യേശു തന്റെ പിതാവ് അയച്ച ഉദ്ദേശം പൂർത്തിയാക്കി. നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണമെല്ലാം വിട്ടുപോയി എന്നൊക്കെ നമുക്ക് തോന്നിയാൽ പോലും ക്രിസ്തു പൂർണ്ണമായും നിയന്ത്രണത്തിലാണ് എന്ന് ഇത് നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. യേശു എല്ലാ സമയത്തും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ഭൂമിയിലെ തന്റെ ശുശ്രൂഷ അവസാനിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് യേശു വിളിച്ചു പറഞ്ഞു, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു എന്ന്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, യേശു സ്വമേധയാ തൻ്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തു. യേശു ദൈവത്തെ പിതാവ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിന് 12 വയസ്സുള്ള സമയത്ത് അമ്മയായ മറിയയോടും അപ്പനായ യോസഫിനോട് പറഞ്ഞ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞാൻ ഇരിക്കേണ്ടതാണ് എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന്. ഇപ്പോൾ മറിയയുടെ സാക്ഷി ഹൃദയഭേദകമായ ഉത്തരം നൽകുന്നുണ്ട്. പിതാവ് യേശുവിനെ അയച്ച പ്രവൃത്തി അദ്ദേഹം പൂർത്തിയാക്കി എന്നുള്ളത്. ക്രിസ്തു സ്വയം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്തു. നാമും അങ്ങനെ തന്നെ ചെയ്യാറുണ്ടോ? നമ്മുടെ ഇഷ്ടത്തിന് പകരം സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ നാം തയ്യാറാണോ? ക്രൂശിൽ ആണികളടിച്ച് ആ വേദനയിൽ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് പോലും കരുണയും ആശ്വാസവും നൽകുന്ന ഒരു സൗഖ്യദായകനെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വേദനയും കഷ്ടപ്പാടുകളെയും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മനുഷ്യ രക്ഷകനെയും നമുക്ക് കാണാൻ പറ്റും. യേശു സർവശക്തനായതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മെ സഹായിക്കാൻ കഴിവുള്ള ഒരു ദിവ്യ രക്ഷകനാണ് ഈ യേശു എന്നത് നമുക്ക് കാണാൻ പറ്റും. ക്രിസ്തു ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടു. ഈ അവസാന നിമിഷങ്ങളിൽ പറഞ്ഞ ലളിതവും എന്ന ഹൃദയസ്പർശിയുമായ ഈ 7 പ്രസ്താവനകളിൽ യേശു നമ്മെ രക്ഷിക്കാൻ വന്ന മിശികയാണെന്ന് എടുത്തു കാണിക്കുന്നുണ്ട്. ക്രൂശിൽ കിടന്ന് യേശു പറഞ്ഞ പ്രസ്താവനകളിൽ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ച പ്രസ്താവന ഏതാണ്? അതിനെ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.